സുഹൃത്തുക്കളെ, KKG ഫിറ്റിൻ്റെ 129 എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രാചീന സംസ്കൃതി കൂടുതൽ മനസ്സിലാക്കാൻ ഞാൻ പറയിപ്പറ്റ പന്തിരുകുലം പഠന വിഷയമാക്കാറുണ്ട്. എന്തുകൊണ്ടോ ആ 11 പേരിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പാക്കനാരെയാണ്. 11 പേർ എന്ന് പറയാൻ കാരണം 12ാമൻ വയലാ കുന്നലപ്പലായതുകൊണ്ടാണ്. ഒരിക്കൽ പാക്കനാരും ഭാര്യയും കുട്ട വിൽക്കാൻ നടക്കുന്ന വഴി ഒരു നമ്പൂതിരിയെ കാണുന്നു. ഭാര്യ പറഞ്ഞു, കണ്ടില്ലേ, മകളെ ഭാര്യയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ആ പോകുന്നത്. അപ്പോൾ 101ാമത്തെ അട്ട നിനക്ക്, പാക്കനാർ പറഞ്ഞു. ഈ നമ്പൂതിരിയുടെ വീട്ടിൽ ജോലിക്കാർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നതിനിടയിൽ ചോറിൽ ഒരു അട്ട വീണു. നമ്പൂതിരിയെ വിവരം അറിയിച്ചപ്പോൾ അത് എടുത്തു കളഞ്ഞിട്ട് കൊടുത്തോളാൻ പറഞ്ഞു. അതിൻ്റെ ശിക്ഷ എന്നോണം മരിച്ച് മുകളിലെത്തുമ്പോൾ കഴിപ്പിക്കാൻ ചിത്രഗുപ്തൻ 101 അട്ടകളെ മാറ്റിവെച്ചു. യമധർമ്മനെ പൂജിക്കുന്ന ആളായിരുന്നു നമ്പൂതിരി. ഇതിൽ നിന്നും നമ്പൂതിരിയെ രക്ഷിക്കാൻ എന്താണ് മാർഗം എന്ന് യമധർമ്മൻ ചിത്രഗുപ്തനോട് ചോദിച്ചു. ഇയാളെപ്പറ്റി മറ്റുള്ളവരെ കൊണ്ട് ഇല്ലാത്തത് പറയിച്ചാൽ അട്ടകൾ പറയുന്നവർക്കായി മാറ്റിവെക്കാം. അന്ന് രാത്രി യമധർമ്മൻ പ്രത്യക്ഷപ്പെട്ടിട്ട് നമ്പൂതിരിയോട് കാര്യം പറഞ്ഞു. ഭാര്യ മരിച്ചിട്ട് കൊച്ചു പെൺകുട്ടിയെ വളർത്തുകയായിരുന്നു നമ്പൂതിരി. ആ കുട്ടിയെ കൊണ്ട് ഭാര്യ ചെയ്യേണ്ടതൊക്കെ സഹശയനം ഒഴിച്ച് ചെയ്യിക്കാൻ യമധർമ്മൻ പറഞ്ഞു. നമ്പൂതിരി പിറ്റേന്ന് മുതൽ അങ്ങനെ ചെയ്യിച്ചു തുടങ്ങി. കുളിക്കാൻ വെള്ളം ചൂടാക്കിക്കുക, മുറുക്കാൻ എടുത്തു കൊടുക്കുക, വീശി ഉറക്കുക, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെ മകളാണ് പിന്നെ ചെയ്തത്. ആളുകൾ അപവാദം പറയാൻ തുടങ്ങി. മകളെ ഭാര്യയാക്കി വെച്ചുകൊണ്ടിരിക്കുന്നയാൾ. അട്ടകൾ ഓരോന്ന് കുറഞ്ഞു തുടങ്ങി. ഒരട്ട ബാക്കിയുള്ളപ്പോഴാണ് പാക്കനാരുടെ ഭാര്യയും അപവാദം പറഞ്ഞത്. പാക്കനാർക്ക് ദിവ്യദൃഷ്ടിയിൽ കാണാൻ കഴിഞ്ഞതാണ് ഭാര്യയെ അറിയിച്ചത്. സുഹൃത്തുക്കളെ, അപവാദം പറയുന്നതും പ്രചരിപ്പിക്കുന്നതും നല്ലതിനല്ല. ആർക്കറിയാം ഓരോ അപവാദത്തിനും ഓരോ അട്ട ലഭിക്കുമോ എന്ന്. ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും കേട്ടാൽ നിജസ്ഥിതി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നല്ലത്. ബൈ ഫ്രം KKG.